ഹലോ ഗൈസ്, വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ. അങ്ങനെ ഒരു നല്ലൊരു വിജയം ഫൈനലി യുണൈറ്റഡിന് കിട്ടിയിട്ടുണ്ട്. 4-1 എന്നുള്ളൊരു നല്ലൊരു സ്കോറിനാണ് വോൾഫ്സിനെ തോൽപ്പിച്ചത്. അപ്പോൾ ഒരു നല്ലൊരു വിക്ടറി തന്നെയായിരുന്നു. ഫുൾ ഡോമിനൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മാച്ച് തന്നെയായിരുന്നു യുണൈറ്റഡിന്. പക്ഷേ നമുക്കറിയാം അവർ അത്ര ഫോമിലൊന്നുമല്ല. ഇപ്പം നിലവിൽ റിലിഗേഷൻ സൂഡിലാണ്. പക്ഷെ എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളിച്ചെന്നുള്ളതാണ്. മാത്യൂസ് കൂന ടോപ്പ് കളികളായിരുന്നു എല്ലാവരും. കൂന മാത്രമല്ല, ഇപ്പോൾ 6ാം സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുണ്ട് യുണൈറ്റഡ്. പോയിന്റ്സ് ടേബിളിൽ നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഉറക്കം ഒഴിച്ചത് വെറുതെ ആയില്ലെന്ന് പറയാം. സോ നല്ലൊരു വിക്ടറി തന്നെ കിട്ടിയെന്നുള്ളതാണ്. എടുത്തു പറയേണ്ട കുറേ പെർഫോമൻസ് ഉണ്ടായിരുന്നു നിലവിൽ. ബ്രൂണോന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ടോപ്പ് പെർഫോമൻസ് തന്നെയായിരുന്നു. ആളുടെ ആദ്യത്തെ ഗോൾ ഞാൻ വിചാരിച്ചത് കളയുമെന്ന് വിചാരിച്ചത്. പക്ഷേ കസമീരോന്റെ ആ ബോൾ വിന്നിങ്ങിൽ നിന്ന് കൂഞ്ഞക്ക് കിട്ടിയത് കൂഞ്ഞ വെച്ചു കൊടുത്താണ്. പക്ഷെ ആളവിടെ സ്ലിപ്പായി പോയി ആസ് യൂഷ്വൽ പോലെ. പക്ഷെ അതെങ്ങനെയൊക്കെയോ പുള്ളി അടിച്ച് കയറ്റി എന്നുള്ളതാണ്. ഇപ്പൊ കസമേരോ ബ്രില്യൻസ് കൂടി ഉണ്ട് അതിനകത്ത്. പിന്നെ ഹാഫ് ടൈമിന് മുമ്പേ അവരൊരു ഗോൾ കൂടി അടിച്ചു. അപ്പൊ മൊത്തത്തിൽ പണി പാളിയെന്ന് വിചാരിച്ചു. പക്ഷെ ഹാഫ് ടൈം കഴിഞ്ഞ് കണ്ട യുണൈറ്റഡ് വേറെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഹാഫ് ടൈം കഴിഞ്ഞപ്പോൾ തന്നെ എംബിയുടെ ഒരു ഗോൾ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു ടീം ഗോൾ തന്നെ ഇരുന്നത്. ആ ഒരു പാസ് വെച്ചു കൊടുത്തത് നമുക്കറിയാം ഡാലോട്ടിന്റെ പാസ്സായിരുന്നു. അപ്പൊ എംബിയുടെ മറ്റൊരു മാസ്റ്റർ ക്ലാസ് ആയിരുന്നു. ആ ഒരു ഗോൾ വീണപ്പോൾ തന്നെ എന്താ ഒരു ആശ്വാസം എന്ന് പറയാം. കാരണം സെക്കൻഡ് ഹാഫ് തുടക്കം തന്നെ കിട്ടിയ ഒരു ചാൻസിൽ ആ ഒരു ഗോൾ വീണു. എംബിയുടെ എന്തായാലും അത്യാവശ്യം ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയായിരുന്നു. ഡുവൽസ് ഒക്കെ ആള് വിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എംബിയുമോം പ്രൈമിൽ തന്നെയാണെന്ന് പറയാം. നല്ലൊരു പെർഫോമൻസ് തന്നെ ആയിരുന്നു ആളുടെ നിന്ന് നമുക്ക് കിട്ടിയത്. പഴയൊരു പ്രൈം എംബിയുമോ എന്ന് പറയും. ഇപ്പോഴാണ് ശരിക്കും പ്രൈം ആളുടെ. സോ ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയായിരുന്നു ആളുടെ നിന്ന്. കുറെ ലിങ്ക് പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ആൾക്ക് വേറൊരു ചാൻസ് കൂടി ബ്രൂണോ തള്ളിക്കൊടുത്ത് അത് ആൾക്ക് അത് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഡാലോട്ടിന്റെ ഒരു മാസ്റ്റർ ക്ലാസ് ആയിരുന്നു ഇന്നലെ കുറെ നാളത്തേക്ക് ശേഷം എന്ന് പറയാം. ആളുടെ ആയിരുന്നു ഒരു ആ എംബിയുമൊക്കെ ആ പാസ് പോയത്. അല്ലാതെ തന്നെ ആള് ഡിഫെൻസീവിലും അത്യാവശ്യം നല്ല കോൺട്രിബ്യൂഷൻസ് കൊടുക്കുന്നുണ്ട് ടീമിന് വേണ്ടിയിട്ട്. അത്രയും ഒരു കിടിലം പാസ്സായിരുന്നു പുള്ളിയുടെ കയ്യിൽ നിന്ന് വന്നത്. സോ ടോപ്പായിട്ടുള്ള ഒരു റണ്ണാണെന്ന് പറയാം. കറക്റ്റ് ഒരു വിങ് ബാക്ക് എന്താണ് ചെയ്യേണ്ടത് അത് പക്കയായിട്ട് ആള് ചെയ്തെന്ന് പറയാം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കണ്ടത് മേസൺ മൗണ്ടിന്റെ ഒരു ഗോളാണ്. അത് അത്യാവശ്യം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗോൾ തന്നെയായിരുന്നു ആളുടെ നിന്ന് ആ വന്നത്. ബ്രൂണോന്റെ ആ പാസും ആൾ പതുക്കെ പ്രൈമിലേക്ക് വന്നിട്ടുണ്ടെന്ന് പറയാം. പഴയ ആ ഒരു മേസൺ മൗണ്ടിലേക്കാണ് ഇപ്പോൾ ആൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു എന്താ പറയാ ബ്രൂണോന്റെ പാസ് അടിപൊളിയായിരുന്നു. ആളുടെ റണ്ണും കറക്റ്റ് ടൈമിലാണ് ആ പാസ് ബ്രൂണോ വെച്ചു കൊടുത്തത്. ആള് എന്താ പറയാ ഫസ്റ്റ് ടച്ച് ഒന്നും എടുത്തില്ല, ഡയറക്റ്റ് പോസ്റ്റിലേക്ക് അടിച്ചത്. ഒരു കിടിലൻ ഗോളായിരുന്നു. അത് ഓഫ് സൈഡ് ആണെന്നാണ് വിചാരിച്ചത്. പക്ഷെ ആളുടെ റണ്ണെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു എന്ന് പറയാം. അപ്പൊ മേസൺ മൗണ്ട് പതിയെ പ്രൈമിലേക്ക് വരുന്നുണ്ട്. നമ്മളിപ്പോ പലപ്പോഴും കാണുന്നുണ്ട് ആളുടെ പ്രസിംഗ് എബിലിറ്റി ആണെങ്കിലും ആൾ ടോപ്പായിട്ട് പതിയെ പതിയെ തിരിച്ചു വന്നിട്ടുണ്ടെന്ന് പറയാം. അപ്പൊ ബ്രൂണോന്റെ ആയിരുന്നു വേറൊരു മാസ്റ്റർ ക്ലാസ്. ആളുടെ ഒരു ടോപ്പായിട്ടുള്ള പെർഫോമൻസ് തന്നെയായിരുന്നു. എന്താ പറയാ ആളുടെ ഒരു 2 ഗോളും ഒരു അസിസ്റ്റും ഉണ്ടായിരുന്നു എന്ന് പറയാം. ഒരെണ്ണം പെനാൽറ്റി ആയിരുന്നു. 5 ചാൻസും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് നിലവിൽ ഇപ്പോൾ ബ്രൂണോന്റെ വന്നേക്കണ. പ്രീമിയർ ലീഗിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് ഉള്ള ബ്രൂണോക്കാണെന്ന് പറയാം. സോ അനദർ ബ്രില്യൻ പെർഫോമൻസ് ആയിരുന്നു ബ്രൂണോന്റെ. പക്ഷെ ചില ബോളൊക്കെ ചില സമയത്ത് ലൂസ് ചെയ്യുന്നുണ്ട് ആള്. പിന്നെ നമുക്കറിയാം മാത്യൂസ് ക്യൂന തന്റെ ഫോർമൽ നേരത്തെ എക്സ് ടീമിനായിട്ടാണ് ആൾ കളിച്ചത്. പക്ഷെ ആളുടെ ആ ഭാഗത്തു നിന്ന് നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു. ആ ഒരു അസിസ്റ്റ് ആളുടെ എന്ന് പറയാം. പക്ഷെ ചില സമയത്ത് ആൾ ഇത്തിരി ലേസി ആയിട്ട് തോന്നുന്നുണ്ട്, ചില സമയത്ത് മാത്രം. പിന്നെ എയ്ഡൻ ഹെവന്റെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയായിരുന്നു. പതിയെ യുണൈറ്റഡ് തിരിച്ചു വന്നിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം, ബാക്ക് ടു പ്രൈം. പക്ഷെ ആഫ്കോൺ കപ്പൊക്കെ വരുമ്പോൾ നമുക്കറിയാം നമ്മുടെ പല പ്ലേയേഴ്സും പോകും. ആ റൈറ്റ് വിങ് വെറുതെ ശൂന്യമായി പോകും നമുക്കറിയാം. പക്ഷെ കഴിഞ്ഞ സീസൺ വെച്ച് നോക്കുമ്പോൾ 15 കളിയിൽ നിന്ന് നമ്മൾ ബ്രില്യൻ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ടോപ്പ് 6 അപ്പൊ യുണൈറ്റഡ് ആണ് അതെല്ലാം മറികടന്ന് തിരിച്ചു വരണം. ഇപ്പൊ തിരിച്ചു വരും. ഇപ്പൊ ഗ്ലോറി യുണൈറ്റഡ്.